ഇതൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമായിട്ട് പോണില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെ വീട്ടിലിരുന്നിട്ട് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കി നിന്നാണ് കേട്ടോ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക. ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തതാണ്. എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്കും കൂടെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് പറ്റുന്ന ഒരുപാട് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ഞാനിത് തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷം എന്ന് പറയുമ്പോൾ അന്നൊക്കെ ഞാൻ വെറും 60 പേര് വെച്ച് തുടങ്ങിയ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ഇതാണ് ഇത്ത ഒരു ദിവസം ഓർഡർ കിട്ടണില്ല, പിന്നെ ഒരുപാട് പേര് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പറയാറുണ്ട്. അതുപോലെ തന്നെ സെയിം അവസ്ഥ തന്നെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വെറും 60 പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 10-20 പേര് എൻ്റെ ഫാമിലീസും അതുപോലെ തന്നെ അറിയുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവരൊന്നും ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്നില്ലല്ലോ. 1-2 പേരോ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരാഴ്ചക്ക് ഡ്രസ്സ് ഓർഡർ കിട്ടാറേ ഇല്ല. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാനും. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് നേടണം. ഞാൻ +2 കഴിഞ്ഞ പാടെ തന്നെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞേക്കനെ കുട്ടികളായി. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരുന്ന് പഠിക്കാനൊന്നും പിന്നെ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം. വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും, കുട്ടികളായതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെ എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വിചാരിച്ചിട്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ. കുറേ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല. പിന്നെ എനിക്ക് ഗ്രാഫ്റ്റ് പരമായിട്ടുള്ള ഐഡിയാസ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ യൂട്യൂബ് ചാനൽ വേറെ ഒന്നുണ്ട്, കെൻസ വേൾഡ് എന്നാണ്. അപ്പോൾ അതങ്ങനെ തുടങ്ങിയാലോ എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെ കുക്കിംഗ് വ്ളോഗ് അങ്ങനെയൊക്കെ ഇട്ടുമ്പോൾ ഒരു ക്ലച്ച് പിടിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് ആയപ്പോൾ മോണിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ആ ഒരു ചാനൽ അങ്ങനെ സക്സസ് ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ എന്നാലും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇൻകം കിട്ടുന്നില്ലല്ലോ. അങ്ങനെ വീഡിയോ ഇടുന്നതനുസരിച്ച് ചാനൽ മോണിറ്റേഷൻ ആയി എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് ഇൻകം ഒന്നും കിട്ടില്ല. $100 ആവണം നമ്മളെ ബാങ്കിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ടൈം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ആദ്യം ഈ ഡ്രസ്സിൻ്റെ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അവരിങ്ങനെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഡെയിലി അവളിങ്ങനെ വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവും, ഒന്നും ചോദിക്കൊന്നുമില്ല. സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഡെയിലി നിങ്ങളൊക്കെ ചെയ്യണ പോലെ തന്നെ പോവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ പോള് പറഞ്ഞു ഞാൻ ഡ്രസ്സിൻ്റെയാണ്, ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഡ്രസ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഡ്രസ്സ് ഏത് മോഡൽസ് ഇടാനും അതുപോലെ തന്നെ വെറൈറ്റി മോഡൽസ് ഇടാനും അതുപോലെ തന്നെ അങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് ഡ്രസ്സ് ഏതായാലും ഒരു ഇഷ്ടമുള്ള സംഗതിയാണല്ലോ, അപ്പോൾ ഡ്രസ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഡ്രസ്സ് ബിസിനസ് ചെയ്യാന്നുള്ളൊരു ഇൻട്രസ്റ്റിലോട്ട് വന്ന്. നമ്മൾ ഡെയിലി അതിൻ്റെ വീഡിയോ തന്നെ കാണുമ്പോൾ നമുക്ക് യൂട്യൂബ് ഡെയിലി ആ ഒരു നമ്മളെന്താണോ കാണുന്ന കണ്ടന്റ് അതന്നെ ആവുമല്ലോ വരിക. അപ്പോൾ അതുപോലെ തന്നെ ഇക്കും ഞാൻ തുറങ്ങുമ്പോഴൊക്കെ തന്നെ വരിക. അപ്പോൾ ഇത് കണ്ട് കഴിയുമ്പോൾ എൻ്റെ ഫാമിലിയിലും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് ഡ്രസ്സിൻ്റെ ചെയ്യാൻ. അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞെല്ലാവരും. അങ്ങനെ അപ്പോൾ ചെയ്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടണം. അതുപോലെ തന്നെ എങ്ങനെ ഇത് സെയിലാവും ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടി എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഡെയിലി ഒരു 50 രൂപ എങ്കിലും ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളൊരു നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആഗ്രഹം വേണം, എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു ദിവസം 2 ദിവസം ആ ഒരു എനർജി ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ആ കുട്ടീനോട് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ലക്ക് ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ആഗ്രഹമുണ്ട്, വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അവൾ എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞു തന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ഫുള്ളായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഏകദേശം തുമ്പും പാലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഞാനിതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങൽ തുടങ്ങി. അതിലോട്ട് ഫോട്ടോ ഇടും, വീഡിയോസ് ഇടും, കാറ്റലോഗ് ഉണ്ടാക്കും. സ്വയം തന്നെ എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത്. അന്ന് എൻ്റെ മൂത്ത മോളെ പേരാണ് കെൻസ. അപ്പോൾ അവളെ പേര് വെച്ചിട്ട് തന്നെ തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് കെൻസ ട്രെൻഡ്സ് എന്നുണ്ടാണ് ഞാനൊരു കസ്റ്റമർ ഗ്രൂപ്പാട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്കണം, ഫസ്റ്റ് കസ്റ്റമർ ഗ്രൂപ്പാണ് ഉണ്ടാക്കിയത്. അതിലൊരു 10-20 ആളെ ഫാമിലീസിനെ ആഡ് ചെയ്ത് അതുപോലെ ഫ്രണ്ട്സിനെ എല്ലാവരോടും പറഞ്ഞു നിങ്ങളൊന്ന് ലെഫ്റ്റ് അടിച്ച് പോകരുത്, ഞാനൊരു പുതിയതായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ഒന്ന് അന്ന് അടിച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തുടങ്ങി അന്ന് എനിക്കൊരു ഓർഡർ കിട്ടി. അങ്ങനെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഫസ്റ്റ് ഒരു ഓർഡർ തന്നത് കേട്ടോ. അവൾ എനിക്കൊരു ഡ്രസ്സ് വേണടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങനെ പറഞ്ഞു ഇങ്ങനെ അന്ന് ഇങ്ങനെ ഗൂഗിൾ പേ ഒക്കെ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല, ഞാൻ രാത്രി എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാം, എനിക്ക് ഡ്രസ്സ് വേണം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രസ്സുകൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നു. ഞാൻ പിറ്റേ സാധനമൊക്കെ ഡിസ്പാച്ച് ആക്കി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത്.
അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ ഒരു 60 പേരായിട്ടോ, 60 പേരായിട്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ടും ആളുകളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇതിന് ഐഡിയകളില്ലല്ലോ, കൂടുതൽ ഐഡിയ ഇല്ല. ഞാനിങ്ങനെ അതിൽ ഡ്രസ്സ് ഇടും, കാറ്റലോഗ് അയക്കുന്നു, അങ്ങനെ അതിലത്തെ ആളുകളെ മാത്രമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെ ഇവരെന്തെങ്കിലും വേങ്ങുമല്ലോ, അതാണ് എനിക്ക് അത്ര ഒരു ഇതുള്ളായിരുന്നു അന്നിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ ചിന്തിച്ച് ഡെയിലി നമുക്ക് എന്തെങ്കിലും ഒരു ഓർഡറെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ ഞാൻ വല്ലാതെ എഫേർട്ട് എടുക്കുന്നില്ല, ആ ഗ്രൂപ്പിൽ മാത്രമേ ഇടുന്നുള്ളൂ, വല്ലപ്പോഴും സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് ഡെയിലി കിട്ടണമല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുക അടുത്തത് വിചാരിച്ചിട്ട് അങ്ങനെ ആലോചിച്ചപ്പോൾ വെച്ചാൽ ഏതായാലും യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തൊക്കെ പോകുന്ന കുട്ടികളെ വീഡിയോസ് അങ്ങനെയൊക്കെ ഇടാറ്. അപ്പോൾ എന്തെങ്കിലും ഇതെങ്ങനെ ഇട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്നുകൂടി ക്ലിക്ക് ആവില്ലേ, എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടൂലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് തന്നെ എന്നിട്ട് എന്താ കാട്ടി, യൂട്യൂബ് ചാനലും കെൻസ വേൾഡ് തന്നെ മോളെ പേര് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇത് കെൻസ ട്രെൻഡ്സ് അല്ലേ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഡ്രസ്സിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിട്ടിട്ടോ. അപ്പോൾ അന്നൊക്കെ കുറച്ച് വ്യൂസ് വന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ കസ്റ്റമർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആവാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് കൂട്ടുകാർ അന്നൊക്കെ കിട്ടിയിട്ടോ. പിന്നെ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴാലും നമുക്കൊരു ഇൻട്രസ്റ്റ് ആവുക. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ആകുമ്പോൾ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യും. ഞാൻ പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും കിട്ടണം നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും വീട്ടിലിരുന്നിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കണം, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ നിർത്തിയേ ചെയ്തില്ല കേട്ടോ. ഞാൻ വീണ്ടും ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ട് തന്നെ ഇരുന്ന് ഡെയിലി വീഡിയോസ് തന്നെ യൂട്യൂബ് ചാനൽ ഇടാൻ നോക്കും. അതിനൊക്കെ നന്നായിട്ട് കസ്റ്റമേഴ്സ് പിന്നെ കിട്ടൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഡെയിലി 5, 6 അങ്ങനെ കൂടുതൽ തുടങ്ങി ഓർഡേഴ്സ് കിട്ടില്ലേ. അങ്ങനെ ഒരുപാട് ഓർഡേഴ്സായി, 5K എബോ സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് കസ്റ്റമർ ഗ്രൂപ്പ് ഏകാനും ഒരു ഇതിലെത്തി. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങിയിട്ട് കസ്റ്റമേഴ്സ് മാത്രമല്ല ഇപ്പോൾ എൻ്റെ കീഴിലുള്ളൂ. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കുറേ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ, ഇങ്ങനെ ഫിനാൻഷ്യലി പ്രശ്നമുള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് ചാനലിലോട്ട് പോയത്. സെക്കൻഡ് ചാനൽ തുടങ്ങുന്ന മുമ്പ് എന്നുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് മോളായി, അവൾ ഒരു 2 വയസ്സായപ്പോൾ ഞാൻ രണ്ടാമതും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അവൾ ഒരു ഇതാവോളം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സ് തന്നെ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ മോൾക്കൊരു 2 വയസ്സായപ്പോൾ ഞാൻ കോളേജിൽ ചേരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എനിക്ക് വരുന്ന എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സക്സസ് ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു ആഗ്രഹം വേണം. അതുപോലെ നമ്മൾ എഫേർട്ട് എടുക്കണം, മാക്സിമം എഫേർട്ട് എടുക്കണം. നമ്മളെക്കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റൂല. നമ്മളതിന് ഇറങ്ങി തിരിഞ്ഞാലേ എന്താണെങ്കിലും ഇതെന്നല്ല എന്ത് സംഭവമാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കോളേജിൽ പോയ 1 ഇയർ കോഴ്സ് ആയിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആക്കി പാസ്സായി. അന്ന് തന്നെ എനിക്ക് എക്സാം എഴുതിയ അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു ഓഫീസിൽ ജോലിയും കിട്ടി. അപ്പോൾ ഞാൻ ഓഫീസായി, വീട്ടിലത്തെ കാര്യങ്ങളായി, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച് ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങണം. എന്നിട്ട് എന്ത് കാര്യം ആളുകൾക്ക് എന്നെയും കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവണ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ബിസിനസ് അവർക്ക് കൊടുക്കണം, വീട്ടമ്മമാർക്കും അതുപോലെ സ്റ്റുഡൻസിനെ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആർഷ മജീദ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ തുടങ്ങാൻ ഒരു കാരണം. അങ്ങനെ ഞാൻ എന്ത് കാട്ടും, ഒരു 9 മണിയാകുമ്പോഴത്തേനും മക്കൾ പോകും, 2 പേരും സ്കൂളിൽ പോയാൽ ഞാൻ പിന്നെ ഫ്രീ ആണ്. അപ്പോൾ ഓഫീസ് കാര്യങ്ങൾ 10 മണിക്കാണ്. ഞാൻ അവിടുന്ന് ഓഫീസിൽ പോകണം മുന്നേ തന്നെ ഞാൻ എന്താട്ടും വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓഫീസിൽ പോയിട്ട് ഞാൻ നമ്മൾ ബ്രേക്ക് ടൈമിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഓഫീസ്, ഡ്രസ്സിൻ്റെ ബിസിനസ്, മക്കൾ, വീട്ടിലത്തെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കൂടെ എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണം ഒട്ടും ഇഷ്ടമല്ല. ഒക്കെ ഒരുപാട് ടൈമുള്ള ഒരാളാണ്. എത്ര തിരക്കടയിൽ ഞാൻ ഇപ്പോൾ റീസെല്ലേഴ്സിനെ ഞാൻ പരമാവധി അപ്പം തന്നെ റീപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും എന്തെങ്കിലും ഏണിങ്സ് വിചാരിച്ചിട്ടാണ് നമ്മളതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ റീപ്ലൈ കൊടുത്തില്ല, കുറേ കഴിഞ്ഞ് റീപ്ലൈ കൊടുത്ത് അപ്പോൾ അവർക്കൊരു എനർജി ഉണ്ടാവില്ല. അപ്പം ഞാൻ അതിനൊക്കെ പക്ക ജെന്യൂൻ ആയിട്ട് തന്നെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റായിട്ടൊരു നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ബിസിനസ് വീട്ടിലിരുന്നിട്ട് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും നേടാം എന്ന് വിചാരിച്ചിട്ട് ഒരു റീസെല്ലിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് തന്നെ ഈ യൂട്യൂബ് വഴി കേട്ടോ റീസെല്ലിംഗ് ഗ്രൂപ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് തുടങ്ങിയത്. അങ്ങനെ അതിൽ അന്ന് തന്നെ മാഷാ അല്ലാഹ് ആ വീഡിയോ ഒരു 50K വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫുള്ളായി, 500 പേര് മെമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫുള്ളായി. അപ്പോൾ ഞാൻ വേറെ ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ വേറെ ഗ്രൂപ്പിലെ ലിങ്കാണ് കൊടുക്കുക. ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഫുള്ളായ പിന്നെ മറ്റുള്ള ഗ്രൂപ്പ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഡെയിലി അങ്ങനെ വീഡിയോസ് അങ്ങനെ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം
കസ്റ്റമർ വെച്ച് തുടങ്ങിയതാണ്, 60 പേരെ വെച്ച് തുടങ്ങിയതാണ്. ഇന്ന് നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഡെയിലി വീഡിയോ ഇടാറുണ്ട്. അതുപോലെ തന്നെ മാക്സിമം എന്തിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതിലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും, ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കും. മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്ന് ഒരുപാട് പല കാര്യങ്ങൾ എനിക്ക് തന്നെ സ്വന്തമായിട്ട് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അതുപോലെ നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കസ്റ്റമർ ഗ്രൂപ്പ് വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ റീസെല്ലേഴ്സ് ഒരുപാട് പേരിൽ ഞാൻ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി അവർക്ക് 1000 500 ഒക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് ഇന്നും കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അതിൽ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വരുമാനം ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആവാട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തു തരാം. നിങ്ങൾക്ക് ഇനി എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ആ ഒരു ഗ്രൂപ്പ് വഴി ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ അതിൽ മെസ്സേജ് ആക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോഴും ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്. ഫിനാൻസ് കോർഡിനേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സിൻ്റെതുകൊണ്ട് എല്ലാം കൂടി മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ എന്ന് തന്നെ നേടിയെടുക്കണം എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ നേടിയെടുത്തേ പറ്റുള്ളൂ. നമുക്ക് കിട്ടും. നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലെത്തും. ഒരുപാട് കൂട്ടുകാർ പറയുന്നത് അർഷത ഓർഡർ കിട്ടണില്ല, എന്താ ചെയ്യുക, കിട്ടണ്ടേ, അങ്ങനെ ഒരു ദിവസം ഒന്നും ആരും പെട്ടെന്ന് ആവില്ല. അപ്പം നിങ്ങൾ എന്താ ഒരിക്കലും അത് തളരാതെ മുന്നോട്ട് തന്നെ പോകാൻ നോക്കുക. നിങ്ങൾ റെഡിയാവും. ഒരുപാട് വീട്ടമ്മമാർക്ക് ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത വീട്ടമ്മമാർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവർക്ക് എല്ലാ കാര്യങ്ങളായിട്ടും സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇന്ന് 500 ആയിട്ടോ 1000 ആയിട്ടോ ഒക്കെ കിട്ടുമ്പോൾ അപ്പോൾ എന്നോട് വന്നിട്ട് പറയും നിങ്ങളെ കൊണ്ടാട്ടെ ഇത് കിട്ടുന്ന പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു 60 പേരെ വെച്ച് തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് പേരുകൾ എത്തി. കസ്റ്റമേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. അതുപോലെ റീസെല്ലേഴ്സായിട്ടും എൻ്റെ കീഴിൽ നിന്നിട്ട് എന്നെ കൊണ്ട് നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരം ആവുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അതിലുപരി വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ കണ്ടതിന് ഒരുപാട് നന്ദി. അതുപോലെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലും ഫാമിലിയൊക്കെ എത്തിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.